Okay, welcome back to the next session. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഫോംസ് ലേണിംഗ് എന്ന് പറഞ്ഞു. ആ ഫോംസ് ലേണിംഗ് രണ്ട് ടൈപ്പ് എന്ന് പറഞ്ഞു. സൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് പറഞ്ഞു, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് സൂപ്പർവൈസ്ഡ് ലേണിംഗ് ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ക്ലാസിഫിക്കേഷൻ എന്താണ്, റിഗ്രഷൻ എന്താണ്. ക്ലാസിഫിക്കേഷൻ റിഗ്രഷനും മാത്രമേ ഞാൻ പഠിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു ഈ നമ്മുടെ സിലബസിൽ. ബാക്കി കുറെ ഉണ്ട്, അതിൽ ഞാൻ പറഞ്ഞ് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ജസ്റ്റ് എന്താണ് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് മാത്രമേ അതിന്റെ കാറ്റഗറി ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പഠിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് കഴിഞ്ഞാൽ വെൻ വി ഹാവ് അൺക്ലാസിഫൈഡ്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു മെഷീൻ ആദ്യമായിട്ട് ഇങ്ങനെ കാണുക. നമ്മൾ പറയും ഈ സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ അവിടെ സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആയിരുന്നു. ഇങ്ങനെ ഒരു സിമ്പിൾ കണ്ടു കഴിഞ്ഞാൽ സ്ക്വയർ എന്ന് പറയാൻ പറഞ്ഞു, അല്ലെ? പക്ഷെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ഇങ്ങനെ ഒന്നില്ല. അപ്പൊ അയാൾക്ക് ഒരു അനുഭവമായി, അയാൾക്കൊരു സംതിങ് മിസ്റ്റേക്ക് വരാം. ഇത് ഓറഞ്ചില്ല, ഇപ്പൊ നമ്മൾ ആപ്പിൾ കാണിച്ചു കൊടുത്തിട്ട് ഇത് സം ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞു. അല്ല, ഇത് ആപ്പിൾ അല്ല എന്ന് നമുക്ക് മെഷീനെ അറിയില്ല, നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ലല്ലോ. ഇപ്പൊ ഞാൻ പറയും എന്റെ കമ്പ്യൂട്ടറിൽ ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്, പക്ഷെ എന്റെ ഇമേജ് ഒന്നുമില്ല. എന്നിട്ട് ഞാൻ പറയാം എന്റെ ഇമേജ് കാണിച്ചത് രാകേഷാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെഷീനെ കാണാൻ പറ്റില്ലല്ലോ, കാരണം ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ക്ലാസിഫിക്കേഷൻ എന്ന സംഭവം ഉണ്ടാവില്ല. ഓപ്പറേറ്റർ ആണ്, അല്ലെ? ഓപ്പറേറ്റർ എന്തൊക്കെ ഓപ്പറേറ്റേഴ്സ് ആണെന്ന് പറയുന്നില്ല. ഓക്കെ, അൺലേബിൾഡ് എന്താ, ലേബിൾ ചെയ്തതാണ്. ഇപ്പൊ ഇത് സ്ക്വയർ ആണ്, അല്ലെങ്കിൽ ഇത് റെക്ടാങ്കിൾ ആണ്, ഇത് സർക്കിൾ ആണ്, ഇതെന്താണ്, ഇത് ഡയമണ്ട് ആണ്, അല്ലെങ്കിൽ ഡിസിഷൻ ബോക്സ് ആണ്, അതൊന്നും പറയുന്നില്ല. ദർ ഇസ് നോ ലേബിൾ ഓർ ടാർഗറ്റ് ഗിവൺ ഫോർ ദ എക്സാം. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഇതിനെ പഠിക്കാം? ഒരു മിനിറ്റ്. Okay, so നമ്മളിവിടെ എക്സാമ്പിൾസ്, വൺ കോമൺ ടാസ്ക് ഗ്രൂപ്പ് സിമിലർ എക്സാമ്പിൾസ് ടുഗദർ കോൾഡ് ക്ലസ്റ്റർ. വൺ സൂപ്പർവൈസ്ഡ് ലേണിംഗിന്റെ നമ്മുടെ ആദ്യത്തെ കാറ്റഗറി പറയാം ജസ്റ്റ് ക്ലസ്റ്ററിങ്. ക്ലസ്റ്റർ പറഞ്ഞാൽ ഇപ്പൊ ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത് ഒരു സിമിലർ ആയിട്ടുള്ള സാധനത്തിനൊക്കെ നമ്മൾ അറിയില്ലേ. ഇപ്പൊ ഇങ്ങനത്തെ ഒരു ഷേപ്പ് ഉള്ളതിന് നമുക്കിപ്പോ ഇത് സ്ക്വയർ ആകാം, ഇപ്പൊ റെക്ടാങ്കിൾ, ആ ഒരു രീതിയിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സംഭവമല്ലോ, അല്ലാതെ ഇങ്ങനത്തെ ഒരു സംഭവമല്ലല്ലോ, സർക്കിളൊന്നുമല്ലല്ലോ. ഇങ്ങനത്തെ ഒരു നാല്, അല്ലെ? നമ്മൾ സ്ക്വയർ എന്താണ്, 4 points, 4 sides. ഐ നോട്ട് സേ നോട്ട് ലൈക്ക് 4 എഡ്ജസ്. റെക്ടാങ്കിൾ എന്താണ്, 4 എഡ്ജസ്. ഇപ്പോൾ നമ്മൾ ഡിസിഷൻ ബോക്സ് എടുക്കുകയാണെങ്കിൽ അതിൽ എത്രയാണ്, 4 എഡ്ജ് അല്ലേ? പക്ഷെ നമ്മൾ ട്രയാങ്കിൾ എടുക്കണമെങ്കിലോ 3 അല്ലേ? അപ്പൊ അങ്ങനത്തെ സിമിലർ ആയിട്ടുള്ള എക്സാമ്പിൾസ് എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുക, അതിനെ കാറ്റഗറൈസ് ചെയ്യുക, അതിന് ക്ലസ്റ്ററിംഗ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഞാൻ അധികം അത്ര ഡീറ്റെയിൽ പഠിക്കാത്തതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമർ സെഗ്മെന്റേഷൻ, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഇപ്പൊ നിങ്ങൾ ആമസോൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ആമസോൺ കാര്യം ചെയ്യും. അതായത് ആമസോണിന്റെ അതിലൊരു അൽഗോരിതം വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പോ ആമസോണിൽ ഒരു കസ്റ്റമർ ആയിരിക്കാം. ഇപ്പൊ ഞാൻ ഇന്ന സാധനങ്ങൾ വാങ്ങി, ഇപ്പൊ ഞാൻ എന്താ പറയാ, വാങ്ങല്ല, ഒരു സെർച്ച് ചെയ്യണം. ഞാൻ ഡ്രസ് എന്ന് അടിച്ചു, ഡ്രസ് ഫോർ മെൻ, അല്ലെങ്കിൽ ഷർട്ട് ഫോർ മെൻ എന്ന് അടിച്ചു കൊടുത്തു. അപ്പൊ ഷർട്ട് തന്നെ പലതരം ഷർട്ട് ഉണ്ട്, അല്ലെ? എന്ത് ഷർട്ട് ഉണ്ട്? ഷോർട്ട് ഷർട്ട് വരാം, അതിൽ എക്സിക്യൂട്ടീവ് ഷർട്ട് വരാം, പിന്നെ പ്ലെയിൻ ഷർട്ട് വരാം, അല്ലെങ്കിൽ അങ്ങനെ കുറെ കമ്പനീസ് ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ഞാൻ ഇപ്പൊ ഒരു കമ്പനി ഞാൻ സെലക്ട് ചെയ്തു. അപ്പോ ആ ഒരു, അല്ലെങ്കിൽ കമ്പനി അല്ല, ആ ഒരു എന്താ പറയാ, കോട്ടൺ ഷർട്ട് എടുക്കാൻ കഴിയും. അപ്പൊ കോട്ടൺ തന്നെ കുറെ കമ്പനീസിന്റെ അടുത്ത് റെക്കമെൻഡേഷൻ വരും. അപ്പൊ അതാണ് എന്ത്, ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. അതാണ് കസ്റ്റമർ സെഗ്മെന്റേഷൻ. കസ്റ്റമറിനെ ഇയാള് ഷർട്ട് വാങ്ങുന്ന ഒരാളാണ്. ഇപ്പൊ ലേഡീസ് എടുക്കണമെങ്കിൽ അതിന്റെ ആക്സറി ഐറ്റംസ്, ഫാൻസി ഐറ്റംസ്, അല്ലെ? എന്താ എന്താ പറയാ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ അത് കസ്റ്റമർ. ഇമേജ് കംപ്രഷനിൽ കളർ ക്വാണ്ടൈസേഷൻ. ഇപ്പൊ ഇമേജ് കംപ്രസ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം റെഡ് കൂടുതലാണോ, അതിന് യെല്ലോ കളർ കൂടുതലാണോ, ഗ്രീൻ കളർ കൂടുതലാണോ, അങ്ങനത്തെ ഇതിനൊക്കെ എന്ത് ചെയ്യുക, കളറിനെ ഇതാക്കുക. പിന്നെ ബയോ ഇൻഫോർമാറ്റിക്സ്, ലേണിംഗ് മോട്ടീവ്സ്. ബയോ ഇൻഫോർമാറ്റിക്സ് നമുക്കറിയാം. ഇപ്പൊ നമ്മൾ ആധാർ കാർഡ് എടുക്കുകയാണെങ്കിൽ എന്താ മെയിൻ ആയിട്ട് നമ്മൾ നോക്കുന്നത്, അവര് കണ്ണിന്റെ റെറ്റീനയായിരിക്കും. പതിയെ റെറ്റീനയാണ്
സ്കാൻ ചെയ്യുന്നത് അധികം. പിന്നെ അല്ലെങ്കിൽ ഐറിസ്, പണ്ട് ഐറിസ് ഉണ്ടായിരുന്നു. പിന്നെ വേറെ ഒന്നുമില്ല. പിന്നെ ഫിംഗർ പ്രിന്റ് ഉണ്ട്. ഫിംഗർ പ്രിന്റ് ഇപ്പൊ എല്ലാവരെയും ഒരു എന്താ പറയുക, അതിനൊരു ഫ്രോഡ് വരുന്നോണ്ട് ഫിംഗർ പ്രിന്റ് ഒഴിവാക്കിയാണ്. അപ്പൊ അങ്ങനത്തെ ഒരു അൺക്ലസ്റ്റഡ് ഫിംഗർ പ്രിന്റ് എല്ലാവരുടെയും ആ പിക്ചർ എന്താണ് സെയിം. ഫിംഗർ പ്രിന്റ് വ്യത്യാസമായിരിക്കാം, പക്ഷെ ആ ഫിംഗർ പ്രിന്റിന്റെ കളർ ഏകദേശം ഒരു പാറ്റേൺ എങ്ങനെയാണ്, അതാണ് നമ്മൾ ഇത് ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് മെയിൻലി 3 ടാസ്ക് ആണ്. ആ യൂസ് ഫോർ 3 മെയിൻ ടാസ്ക്. ഒന്ന് ക്ലസ്റ്റർ, ഗ്രൂപ്പ് ദ ഡേറ്റ അക്കോർഡിംഗ് ടു ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസിനനുസരിച്ച് ഇപ്പൊ നമ്മളിപ്പോ ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത്, നമുക്കിപ്പോ ഇവിടുന്ന് എന്താ പറയാ ഒരു 40 കിലോമീറ്റർ അപ്പുറമുള്ള ഒരു ഡിസ്റ്റൻസ് പോകണമെങ്കിൽ നമ്മൾ ഡേറ്റിനെ ഗ്രൂപ്പ് ചെയ്യാം. എങ്ങനെ നമുക്ക് പോകാം. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ വയനാട് നമുക്ക് പോകണം. വയനാട് ഇവിടുന്ന് ട്രെയിൻ പിടിച്ച് പോകാൻ പറ്റുമോ? അപ്പൊ നമ്മൾ അങ്ങനത്തെ ഡേറ്റയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യേണ്ടത് ക്ലസ്റ്ററിങ്. ഇപ്പൊ നിങ്ങൾ സാറ് നമുക്കൊന്ന് ഫ്ലൈറ്റ് പോയല്ല, ഫ്ലൈറ്റ് പോയി കഴിഞ്ഞാൽ വയനാട് പോകാൻ പറ്റുമോ? നമുക്ക് വയനാട് പോകണമെങ്കിൽ ഓൺലി ഫോർ ബസ്. ട്രെയിനിൽ പോവാം, നിങ്ങൾ പറഞ്ഞത് ശരി സാർ, ട്രെയിനിൽ പോവാം, ഓക്കെ. പക്ഷെ അതൊരു എന്താ പറയാ, അതൊരു സിവിൽ ആക്ടിവിറ്റി അല്ലല്ലോ. നിങ്ങൾ കോഴിക്കോട് വരെ ട്രെയിനിൽ പോയി അവിടുന്ന് പിന്നെ ബസ് കഴിഞ്ഞാൽ അതൊരു ക്ലസ്റ്ററിങ് അല്ല. അപ്പൊ അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസ്. ഇനി വേറെ കേസ് നോക്കണേ, ഇപ്പൊ നമുക്കിപ്പോ ഇവിടുന്ന് എനിക്ക് ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ നിന്ന്, നിങ്ങളിപ്പോ വീട് തിരുവനന്തപുരം, കുറെ പേര് വീട് തൃശ്ശൂരാണെന്ന് ചോദിക്കാം. തൃശ്ശൂർ അല്ല, പാമ്പാടി ചോദിക്കാം. പാമ്പാടി നിന്ന് കോളേജിലേക്ക് പോകാൻ നിങ്ങൾ വല്ല ഹെലികോപ്റ്റർ പോകേണ്ട ആവശ്യമുണ്ടോ? ഫ്ലൈറ്റ് പോകേണ്ട ആവശ്യമുണ്ടോ? അല്ല ട്രെയിനിൽ പോകേണ്ട ആവശ്യമുണ്ടോ? ഒരു ബൈക്ക് പോരെ, അല്ലെങ്കിൽ നടന്നാ പോരെ? സോ അങ്ങനത്തെ ഡേറ്റാസിനെ ഗ്രൂപ്പ് ചെയ്യുന്നതാണ് ക്ലസ്റ്റർ. അസോസിയേഷൻ പറഞ്ഞാൽ ഫൈൻഡ് ദ ഫ്രീക്വന്റ് കോ ഓക്കറൻസ്. ഫ്രീക്വൻസി ആയിട്ട് നമ്മൾ പറയില്ലേ, ഇപ്പൊ മഴ ഇന്നുണ്ട് നാളെയുണ്ട്. അപ്പൊ നമുക്ക് ഏകദേശം നമുക്കറിയാം, ഇപ്പൊ മഴ ഇന്ന് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പെയ്തു പിടിക്കുകയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് പറയാം നാളെയും ഇത് തന്നെ ആയിരിക്കും, ഒരു അണ്ടിൽ ദി ഡിസ്റ്റൻസ്. അപ്പൊ അതാണ് അസോസിയേഷൻ. ലിങ്ക് പ്രഡിക്ഷൻ പറഞ്ഞാൽ ഡിസ്കവർ ദി റിലേഷൻഷിപ്പ് ഇൻ ഡേറ്റ. ഡേറ്റയിൽ തമ്മിൽ റിലേഷൻഷിപ്പ്. ഇപ്പൊ നമ്മൾ പറയും, നമ്മളിപ്പോ ചില പടത്തിലൊക്കെ കണ്ടിട്ടില്ല, നിങ്ങൾ എന്താ പറയാ ചില പടത്തിലൊക്കെ നിങ്ങൾ അവസാനേക്ക് സസ്പെൻഡ് ചെയ്യും. ഇവരെന്തിനാണ് ഇതിനിടയ്ക്ക് കാണിക്കുന്നത്? ഇവരെന്തിനാ ഇവന്റെ ഓരോരുത്തരും നമ്മൾ മറ്റേ ആരുടെ പറയാം നമ്മളിപ്പോ, ദൃശ്യത്തില് നമ്മൾ ദൃശ്യം 2 നോക്കുക. ഓരോരുത്തന്റെയും തുടക്കത്തിൽ നിങ്ങൾ കണ്ടില്ല, ആ പോലീസുകാരനെ കാണിക്കുന്നു, പുതിയ പോലീസ്. പിന്നെ ആ രണ്ടുപേരിനെ കാണിക്കുന്നു. പിന്നെ മറ്റേ ഇവന്റെ നെയ്ബേഴ്സിനെ കാണിക്കുന്നത് കണ്ടില്ലേ? പിന്നെ മറ്റേ വേറെ ആളിനെ കാണിക്കുന്നു. മറ്റേ അവസാനം ഇവൻ എന്താ പറയാ പോലീസ് സ്റ്റേഷനിലാണ് കുഴിച്ചിട്ടുന്നത്. അപ്പൊ അവനെ ഒന്ന് കാണിക്കുന്നു. അവനെ പിന്നെ ഈ പഴയ ഫ്ലാഷ് ബാക്ക് ഒക്കെ പിന്നീടാണ് അവർ പറയുന്നത്. അപ്പൊ ഇതൊക്കെ എന്താണ്, ഈ ഓരോ സീൻസ് അവർ കാണിക്കുന്നതാണ് അവസാനം എന്തോ ഇതൊക്കെ തമ്മിലുള്ള കണക്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു സംഭവമാണ്. മനസ്സിലായ? ഫ്ലാഷ് ബാക്കിൽ എന്തോ അവസാന ക്ലൈമാക്സ് ഇതൊക്കെ ഇതിനെ ഈ സീൻസ് ഒക്കെ ഒന്നിച്ചാക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. പിന്നെ ഡേറ്റ റിഡക്ഷൻ, പ്രൊജക്ട് ഫീച്ചേഴ്സ് ടു ഫ്യൂ ഫീച്ചേഴ്സ്. പ്രൊജക്ട് ഫീച്ചേഴ്സ് ടു ഫ്യൂ, അതായത് നമ്മളിപ്പോ ഒരു സാധനം നമ്മളിപ്പോ മൊബൈലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതുണ്ട്, അതുണ്ട്, ഇതുണ്ട്, അങ്ങനെയുണ്ട്, ഇങ്ങനെയുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇത്രയൊക്കെ ഉണ്ടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ട മാഷെ, ഞങ്ങൾക്ക് മൊബൈൽ വേണ്ട പറയും. പക്ഷെ അവർ പറയും സാർ പിക്സൽ ഫ്രണ്ട് ക്യാമറ ഇത്രയുണ്ട് സാർ, ബാക്ക് ക്യാമറ ഇത്രയുണ്ട് സാർ, ബാറ്ററി ഇത്ര നിൽക്കും, പിന്നെ എന്താ ഡിസ്പ്ലേ നന്നായിരിക്കും, ഇത് മോഡൽ ഇന്ന് ഉണ്ടാക്കി, അത്രയൊക്കെ ഉള്ളു, അതോടൊപ്പം കഴിയും. പിന്നെ അവർ കൂടുതൽ പറയില്ല. ആൻഡ്രോയിഡോ അല്ലെങ്കിൽ മറ്റേ കുറെ കാര്യങ്ങളൊക്കെ വീക്ക് പോയിന്റ്സ് ഒന്നും പറയില്ല. സോ അതൊക്കെയാണ് എന്ത് നമ്മുടെ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ പറയുന്നത്. കാരണം സൂപ്പർവൈസ്ഡ് ലേണിംഗ് അങ്ങനെയല്ലല്ലോ, നമ്മൾ ട്രെയിൻ ചെയ്ത് കൊടുക്കല്ലേ. സോ അതാണ് ഇവിടെ നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണ് ക്ലസ്റ്ററിങ് നോക്കാം. അതിന് ഒരു അപ്പൊ ക്ലസ്റ്ററിങ് ഓക്കെ. ഇനി നമുക്ക്
ക്ലസ്റ്ററിങ് എന്താണെന്ന് നോക്കാം. സോ ക്ലസ്റ്ററിങ് എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞത് ഫണ്ട് സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ ഡിഫറെന്റ് കാറ്റഗറി എന്ന് പറഞ്ഞല്ലോ. ക്ലസ്റ്ററിങ് പിന്നെ എന്തായിരുന്നു പറഞ്ഞിരുന്നു, കുറെ ഡിഫറെന്റ് ടൈപ്സിന് വന്നത്. അപ്പൊ മെയിൻ ഞാൻ ക്ലസ്റ്ററിങ് സിമിലർ ഡേറ്റേഴ്സിനൊക്കെ ഗ്രൂപ്പ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അപ്പൊ ഇത് ഡേറ്റ മൈനിങ്, അരിച്ചെടുക്കുക. എന്താണ് അരിച്ചെടുക്കുക എന്നാണ് അർത്ഥം. നമ്മൾ പറയില്ലേ, നമ്മളിപ്പോ ഒരു നെൽമണി ഉണ്ടെങ്കിൽ അതില് എന്താ പറയാ, നെല്ലില്ലാത്ത സാധനം എല്ലാം ഒരേ കളർ തന്നെ ആയിരിക്കും. നമ്മളിപ്പോ എന്താ പറയാ, മറ്റേ അപ്പൊ നമ്മള് എന്താ പറയാ നമ്മളിപ്പോ ചില ഫ്രൂട്ട്സില് ചിലപ്പോ കുറെ ഫ്രൂട്ട്സ് നമ്മളിങ്ങനെ ഡിസ്കസ് അതിലിപ്പോ നല്ലതുണ്ടാവും, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ജസ്റ്റ് കൂടി നമ്മൾ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ആവശ്യത്തെ കിട്ടും. അപ്പൊ അതാണ് ഗ്രൂപ്പിംഗ് അൺലേബിൾഡ് ഡേറ്റ ബേസ്ഡ് ഓൺ ദർ സിമിലർ ആക്ടിവിറ്റീസ്. Okay, so for example, K means clustering algorithms assign similar data points into. അപ്പോൾ ഒരു എക്സാമ്പിൾ ആണ് K means clustering. K means clustering കഴിഞ്ഞാൽ ക്ലസ്റ്ററിങ് അൽഗോരിതം തന്നെയാണ്. പക്ഷെ K means ക്ലസ്റ്ററിങ് അൽഗോരിതം പറഞ്ഞാൽ അതായത് കുറെ ഡേറ്റ ഉണ്ടാവും, അതിനെ K ഗ്രൂപ്പ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അതാണ് K means ക്ലസ്റ്ററിങ്. ഇപ്പൊ ഉദാഹരണം നമ്മൾ പറയുമ്പോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ KT എഴുതുന്ന കേസ് ഒരു എക്സാം എഴുതുമ്പോൾ അവര് ഇത്ര റൂൾസ്, KT എക്സാം തന്നെയാണ്, പക്ഷെ അതിൽ തന്നെ ഒരു 8 സ്റ്റെപ്സ് ഉണ്ടാവും അല്ലെ. നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല, ബ്ലാക്ക് പെൻ ഉപയോഗിക്കുന്നത് അതാണ് ഇതാണ്, അങ്ങനെ ഒരു 8-9 ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാവുമല്ലോ. നിങ്ങൾ എല്ലാ KT എക്സാമിലും അത് തന്നെയല്ലേ. വല്ല പുതിയതൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യും. അപ്പോ അതിനാണ് K മീൻസ്. K വാല്യൂ റെപ്രസെന്റ് ദി സൈസ് ഓഫ് ദി ഗ്രൂപ്പ്. അതാണ് നമ്മൾ പറയുന്നത്. സിമിലർ പോയിന്റ്സിനെ ഗ്രൂപ്പായി ഡിവൈഡ് ചെയ്യും. ഇപ്പൊ നിങ്ങളുടെ ബെസ്റ്റ് എക്സാമ്പിൾ ഞാൻ പറയുന്നത്, നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ 44 പേരുണ്ട്. അപ്പൊ ഒരു പ്രൊജക്ട് ഇൻചാർജ് മിസ് വന്നിട്ട് പറയണ കുട്ടികളെ ഒരു ഗ്രൂപ്പിൽ 3 പേരെ വെച്ച് ഡിവൈഡ് ചെയ്യണം. നിങ്ങൾക്ക് 3 വെച്ച് ബാച്ചസ് ഡിവൈഡ് ചെയ്യാൻ പറയാം. അപ്പൊ നിങ്ങൾക്ക് ചിലർക്ക് 2 പേരായിരിക്കും താല്പര്യം, ചിലർക്ക് 4 പേരോട് താല്പര്യം. അപ്പോ മിനിമം പറഞ്ഞു ഒരു മാക്സിമം 4 പേരെ മിസ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ആ 3 ഗ്രൂപ്പുള്ളവരെ നമുക്ക് എന്താ പറയാ, കെ ഇവിടെ എന്താണ്, ആ ഒരു ഗ്രൂപ്പിൽ എത്ര പേരുണ്ട്, 3 മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ അതുപോലെ ആ ഒരു 44 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് 44/3 കൊണ്ട് ചെയ്യുമ്പോൾ പറ്റില്ല. 4 ഉണ്ടാകുമ്പോൾ നമുക്ക് ഈക്വലായി കിട്ടും. അപ്പൊ എന്താണ് ഇവിടെ കെ എന്താണ്, 4 മീൻസ്. അപ്പൊ ദിസ് ടെക്നിക് ഈസ് ഹെൽപ്പ് ഫോർ മാർക്കറ്റ് സെഗ്മെന്റേഷൻ. അപ്പൊ മാർക്കറ്റിനെ സെഗ്മെന്റ് ചെയ്യുക. അതായത് നമ്മളിപ്പോ ഇവിടെ തൊട്ടടുത്ത് എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം ഏകദേശം. അപ്പൊ അതിന്റെ ഇതിനെ കുറിച്ചാണ് പറയുന്നത്. ഇനി നമ്മള് മെഷീൻ ലേണിംഗ്. അപ്പോ നമ്മൾ അതിന്റെ കുറച്ച് ക്ലസ്റ്ററിങ്ങിന്റെ ഇത് പറയണം. നോക്കും ലേൺ ഫ്രം ഡാറ്റ. അപ്പൊ ഇൻപുട്ട് നമുക്ക് കിട്ടി, ഡേറ്റയിൽ നിന്നും ഒരു ലേൺ ചെയ്ത് ട്രാൻസ്ഫോം ചെയ്തിട്ട് ഔട്ട്പുട്ട് കിട്ടി. അതായത് നമ്മുടെ ഏതാണ്, ഹലോ കേൾക്കുന്നുണ്ടോ? പറയാം. അപ്പോ നമ്മള് ക്ലസ്റ്ററിങ്, അതായത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ്, കുറെ സാമ്പിൾസ് വന്നിട്ടുണ്ടാവും. ഈ സാമ്പിൾസ് എല്ലാം ഒരു ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടാവും. നമ്മൾ പറയില്ല, ഇപ്പൊ കുറെ കാലം ഇപ്പൊ ഡേറ്റ നമുക്ക് കിട്ടി. ഇപ്പൊ നമ്മുടെ എന്താ പറയാ, ഇപ്പൊ നമ്മുടെ ഒരു മൊബൈൽ വാങ്ങി, നമ്മളത് അനലൈസ് ചെയ്തിട്ടില്ല. നമ്മൾ ആദ്യമായിട്ട് ഒരു മൊബൈൽ വാങ്ങി. ഇപ്പൊ നിങ്ങൾ തന്നെ കേസ് ആലോചിച്ചോളൂ. ഇപ്പൊ ഞാനൊരു ഐഫോൺ വാങ്ങി, പക്ഷെ ഞാൻ ആരോട് ചോദിച്ചു, എല്ലാവരും ചോദിച്ചപ്പോ ഐഫോൺ എന്താണ് പുതിയ മോഡലാണ്, പുതിയ ഫോണാണ്. എങ്ങനെയാണ് ആ പുതിയ ഫോണ് പിന്നെ അടുത്ത 2 വർഷം കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും ഇവനെന്ത് ചോദിക്കാൻ ഒപ്പീനിയൻ? എന്തുകൊണ്ടാ? ഇവൻ അത് യൂസ് ചെയ്ത് ഇവന്റെ ആ ഒരു എന്താ പറയാ എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ, അതിനനുസരിച്ചാണ് ചോദിക്കാൻ. അല്ലാണ്ട് ഒരു എല്ലാ സാധനവും നിങ്ങൾ ആലോചിച്ചു, ഒരു മൊബൈൽ വാങ്ങുകയാണെങ്കിൽ ഈ മൊബൈൽ ആദ്യമായിട്ട് ഇറങ്ങിണ്ടാവുമല്ലോ, അത് വെച്ചിട്ടാണല്ലോ ഈ പോയിന്റ് നമുക്ക് എന്താ പറയാ റിവ്യൂ എന്താ പറയാ പോയിന്റ് സ്റ്റാർ അല്ലെ, 4 സ്റ്റാർ 5 സ്റ്റാർ. അപ്പോ അയാളുടെ ആ പോയിന്റ്. ഇപ്പൊ ഞാനൊരു വണ്ടി വാങ്ങി, പക്ഷെ ആ മാർക്കറ്റിൽ ഇപ്പൊ ലോഞ്ച് ആയിട്ടുള്ളൂ. അപ്പൊ വണ്ടി വാങ്ങി ഏകദേശം എനിക്കൊരു 2 വർഷം 3 വർഷം എനിക്ക് കംഫർട്ടബിൾ ആണ്.
അപ്പൊ നിങ്ങൾ എല്ലാവരും ചോദിക്കും, സാർ ആ വണ്ടി എങ്ങനെയുണ്ട്, ഞങ്ങൾക്ക് ആ വണ്ടി വാങ്ങാൻ ആഗ്രഹമുണ്ട്. വാങ്ങിച്ചോ, നല്ല വണ്ടിയാണ്, ഞാൻ 5 ഔട്ട് ഓഫ് 5 തരികയാണ് പറയും. അപ്പൊ ഇതാണ് ഇവിടെ പറയുന്നത് സാമ്പിൾസ്. ഇതിനെ ആ X1, X2, X3, X4 ഒരു പെർട്ടിക്കുലർ ട്രാൻസ്ഫോർമേഷൻ, അതായത് ഇവിടെ ആക്ച്വലി പറയുന്നത് M0 എന്ന് പറയുന്നത് ചിലപ്പോൾ ഈ X1ഉം X2ഉം സിമിലർ ആയിട്ട് ഉള്ളതുണ്ടാവും. അതിനെല്ലാം കൂടി എന്ത് ചെയ്തു, ഒരൊറ്റ ഗ്രൂപ്പായി മാറ്റി. അതൊരു X3, X4 അനദർ സിമിലർ ആയിരിക്കും. പക്ഷെ ഇത് രണ്ടും ഇവർ തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല. അതിനെ നമുക്ക് M1, എന്നിട്ട് അതിനനുസരിച്ച് ഇവര് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യും. മനസ്സിലായോ? ഇപ്പൊ നമ്മളിത് ഇങ്ങനത്തെ 4 പോയിന്റ്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ പറയുന്നു 4 പോയിന്റ്സ് ഉള്ളവർക്ക് വരും, 4 പോയിന്റ്സ് ഉള്ളവർക്ക് എങ്ങനെ വരും? അപ്പൊ സ്ക്വയർ വന്നു, റെക്ടാങ്കിൾ വന്നു. അപ്പൊ നമുക്ക് എന്താ ചെയ്യും? അതേപോലെയാണ് ഇവിടെ പറയുന്നത്. ഈ ഗ്രൂപ്പിൽ ആരൊക്കെ ഉണ്ടോ, ഇപ്പൊ ഞാൻ പറയുന്ന നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു എന്താ പറയാ പ്രോജക്ട് മെമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളോട് പറയാം 2 മെമ്പേഴ്സ് ഉള്ളവരൊക്കെ ഇങ്ങോട്ട് വരുന്നു. ചിലപ്പോൾ നിങ്ങളുടെ 44 സ്റ്റുഡൻസിന് നിങ്ങളുടെ ബാച്ചസ് ഒരു 15 ബാച്ചിന് 2 ബാച്ചും ചിലപ്പോൾ 2 ബാച്ചേക്കും 2 മെമ്പേഴ്സ് ഉള്ള ഗ്രൂപ്പ് ഉണ്ടാവും. അവർ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് എന്ത് M0. M1 എന്ന് പറഞ്ഞാൽ 3 മെമ്പേഴ്സ് 3 മെമ്പേഴ്സ് ഉള്ള ഒരു അല്ലേ, നിങ്ങളിപ്പോ കമ്പനി ലെവൽ നടത്തിയില്ലേ, മിസ് പറഞ്ഞില്ലേ, ആദ്യത്തെ 8 പേര് ഇങ്ങോട്ട് വരും. അപ്പൊ ആ ഒരു ബാച്ചാണ് 8 പേര്. അടുത്ത ബാച്ച് 8 പേര് ഇന്ന ടൈമിലാണ്. അപ്പൊ അതാണ് ഇവിടെ നമ്മുടെ ക്ലസ്റ്ററിംഗ്. ഓക്കെ, ഇനി ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ, അതൊരു അടുത്ത കാറ്റഗറി. 3 കാറ്റഗറി ഉണ്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു തന്നില്ലേ. കഴിഞ്ഞ ക്ലാസ്സിലല്ല, അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എവിടെ പറഞ്ഞു, എവിടെയോ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, റിഗ്രഷൻ ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, സൂപ്പർവൈസ്ഡ് ലേണിംഗും അൺസൂപ്പർവൈസ്ഡ് ലേണിംഗും. അതാ 2 എണ്ണം ഉണ്ട്. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിന് 2 ടൈപ്പ് ഉണ്ട് പറഞ്ഞു. ക്ലസ്റ്ററിംഗ് ഉണ്ട്, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്താ? ഡയമെൻഷൻസ് കുറയ്ക്കുക, മാക്സിമം ഡേറ്റാസ് നമുക്ക് എന്ത് ചെയ്യുക, അത്ര ഫീച്ചേഴ്സ്. നമ്മൾ പറഞ്ഞു ഇപ്പൊ ഒരു മൊബൈലിനെ കുറിച്ച് പറഞ്ഞില്ലേ, ഒരു മൊബൈലില് ഒരാള് ബുക്കാണ് വാങ്ങാൻ വന്നിരിക്കുന്നത്. നമ്മള് അയാളോട് പറയാം, സാർ ഇന്ന മൊബൈലാണ്, അന്ത മൊബൈലാണ്, മൈലേജ് ഇത്രയാണ്, ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ പറയുമോ? ഒരിക്കലും നിങ്ങൾ ശ്രദ്ധിച്ചു, നിങ്ങൾ എല്ലാ കടയിൽ പോയി നോക്കൂ, ആരെങ്കിലും ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് നമ്മൾ മൊബൈൽ വാങ്ങുന്നുണ്ടോ? ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർക്കറിയാം, ഓ ചില ഡ്രോബാക്ക് ഉണ്ടാവും, ചിലത് അഡ്വാൻറ്റേജ് ഉണ്ടാവും. അഡ്വാൻറ്റേജിൽ 2-3 മികച്ചത് മാത്രമേ അവർ പറയൂ. അതാണ് ഒരു ബിസിനസ് ട്രിക്ക്. അപ്പോൾ ക്ലസ്റ്ററിങ് പിന്നെ ഡയമെൻഷൻ റിഡക്ഷൻ, അതാണ് ഏത് അൺസൂപ്പർവൈസ്ഡ് ലേണിംഗിൽ വരുന്ന 2 കാറ്റഗറി. സൂപ്പർവൈസ്ഡ് ലേണിംഗിൽ റിഗ്രഷനും ക്ലാസിഫിക്കേഷനും. നമുക്ക് നോക്കാം എന്താണ് ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ. ഓക്കെ, ഡയമെൻഷനാലിറ്റി റിഡക്ഷൻ എന്ന് പറയുന്നത്, ഡയമെൻഷൻ റിഡക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലേണിംഗ് ടെക്നിക് യൂസ്ഡ് വെൻ നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഇൻ എ ഗിവൻ ഡാറ്റ സെറ്റ് ഈസ് ടു ഹൈ. അതാ ഞാൻ പറഞ്ഞില്ലേ, അതാ ഞാൻ പറഞ്ഞിപ്പോ. അതില് നമ്മുടെ ഡാറ്റ സെറ്റിനെ കുറിച്ച് തന്ന ഡാറ്റ സെറ്റിന് ഫീച്ചേഴ്സ് വളരെ കൂടുതലാണ്. എന്താ പറയാ, ഇത്രയും ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ പറയണോ? വേണ്ട. ഇത് റെഡ്യൂസ് ദ നമ്പർ ഓഫ് ഡാറ്റ ഇൻപുട്സ് ടു എ മാനുവൽ സൈസ് വൈൽ ഓൾസോ പ്രിസർവ് ദി ഡാറ്റ ഇന്റഗ്രിറ്റി. അപ്പൊ നമ്മൾ ഡേറ്റിനെ, വാല്യുബിൾ ആയിട്ടുള്ള ഡേറ്റിനെ നമ്മൾ അത് കളയാനും പറ്റില്ല, അത് പ്രിസർവ് ചെയ്യും വേണം. പക്ഷെ നമ്പർ ഓഫ് ഡാറ്റ ഇൻപുട്സ് ഈ സൈസിനനുസരിച്ച് എന്ത് ചെയ്യാം, മാനേജ് ചെയ്യണം. പറയില്ലേ, നമ്പർ ഓഫ് ഫീച്ചേഴ്സ് ഇതിന് വളരെ കൂടുതലാണ്. പക്ഷെ അത് വന്നിട്ട് നമ്മളെ തോന്നിയ പോലെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ ഇത് പ്രതികരിക്കാൻ പറ്റില്ല. അപ്പോ ഇതിന്റെ ചിലപ്പോ മെയിൻ ആയിട്ടുള്ള സാധനങ്ങൾ ഇപ്പൊ ഞാൻ പറയില്ല, നമ്മളിപ്പോ എന്താ പറയാ, നല്ല ഷൈനിങ് ആയിട്ടുള്ള, ഇപ്പൊ നമ്മള് ഉദാഹരണത്തിന് നമ്മൾ പറയുന്നത് ഇപ്പൊ ഷർട്ട്, നിങ്ങളൊരു ബോയ്സ് ഇപ്പൊ ഷർട്ട് നന്നായി വേണം, നല്ല ബ്രൈറ്റ് കളറുള്ള ഷർട്ട് വാങ്ങി, ആഹാ നല്ല കളർ വാങ്ങിട്ട് വാങ്ങിപ്പോ നല്ല സംഭവമൊക്കെയാണ്. പക്ഷെ 10 ദിവസം കഴിഞ്ഞാൽ എന്താവും, നിങ്ങളൊന്ന് അലക്കി നോക്കൂ, ആ കളറ് വാങ്ങിയ വാങ്ങിയ പോലെ ആയിരിക്കുമോ? ആയിരിക്കില്ല. സോ ഇറ്റ് റെഡ്യൂസ് ദ ഡാറ്റ ഇൻപുട്സ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം, നമ്പർ ഓഫ് ഡാറ്റ ഇൻപുട്സിനെ കുറയ്ക്കണം. നോട്ട് ഇൻ ദിസ് ടെക്നിക് ഈസ് യൂസ് ഇൻ പ്രീ പ്രോസസിംഗ് ഡാറ്റ ഓട്ടോ എൻകോഡേഴ്സ് റിമൂവ് നോയ്സ് ഫ്രം വിഷ്വൽ ഡാറ്റ ടു ഇംപ്രൂവ്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. ഡയമെൻഷൻ റിഡക്ഷൻ നമ്മൾ പിക്ചേഴ്സിനെ നിറയെ, ഇപ്പൊ നമ്മളൊരു പിക്ചർ എടുത്തു, ആ പിക്ചറിന്റെ അടുത്ത് ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ഉണ്ട്. ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആണെങ്കിൽ കാണാൻ കൊള്ളാത്ത ഒരു ഇമേജ് ആയിരിക്കും, നമ്മൾ പെട്ടെന്ന് എടുത്തു പോയി പോട്ടെ,
ചിലപ്പോ ഒരു ഇമേജ് ക്ലിക്ക് ആയപ്പോ ആ ഡിലീറ്റ് ചെയ്യുന്ന വരുമ്പോൾ ശരി ഈ ഇമേജ് നമുക്ക് എങ്ങനെയും ഇമ്പ്രൂവ് ചെയ്യാം. ഒരാൾ ഇടയിൽ കൂടി വന്നു, അല്ലെങ്കിൽ അയാൾ ബാക്കിലുണ്ട്, അവരൊക്കെ നമുക്ക് പണി ഒഴിവാക്കാം. ഇപ്പൊ നിങ്ങൾ തന്നെ അറിയില്ലേ, ഫിലിമൊക്കെ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് ഫിലിമിന്റെ ഷൂട്ടിംഗ് കണ്ടുവരുന്നതായിരിക്കും. ഷൂട്ടിങ്ങിന് ഒരു മോഡൽ വെച്ചിട്ട് ഒരു എന്താ പറയാ, അയാൾ മുകളിൽ നിന്ന് താഴെ ചാടുന്നു. അപ്പൊ ചാടുമ്പോ ഒരു കയറ് അവിടെ കെട്ടി വെച്ചിട്ടുണ്ടാവും അയാളുടെ ശരീരത്തിൽ. ഇതൊക്കെ നമ്മള് പടത്തിൽ നിങ്ങൾ കാണുന്നുണ്ടോ? അയാള് ശരിക്കും ബിൽഡിംഗ് ചാടി പോയി തോന്നില്ലേ? അതെന്താണ്? അതെല്ലാം ആ കയറ്, അതിന്റെ ബാക്ക്ഗ്രൗണ്ട് സീനറി, ശരിക്കും റിയൽ പോലെ തോന്നുന്നത്, അതൊക്കെ എന്ത് ചെയ്യും, സംഭവങ്ങളൊക്കെ റിമൂവ് ചെയ്യാണ് ചെയ്യുന്നത്. അതാണ് ഡയമെൻഷൻ റിഡക്ഷൻ. കാരണം അത്രയും ഫീച്ചേഴ്സ് ഉണ്ട്. നമ്മളൊരു ഷൂട്ടിംഗ് പോലെ തന്നെ ഷൂട്ടിംഗ് നമ്മൾ കണ്ടപ്പോൾ അതേപോലെ സിനിമ കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും സിനിമ കാണാൻ വരുമോ? നിങ്ങൾ തന്നെ പറ, സിനിമ കാണാൻ വരുമോ? നമ്മളിപ്പോ നമ്മുടെ മറ്റേ ബാഹുബലി അല്ലേ, ബാഹുബലിയുടെ സിനിമ ഒക്കെ മോഡലാണ്. സ്റ്റുഡിയോനകത്താണ് നമ്മൾ നടക്കുക. ഇപ്പൊ ഉദാഹരണത്തിന് ട്രെയിനിൽ നമ്മൾ യാത്ര ചെയ്യുന്നത്, നിങ്ങളിപ്പോ ട്രെയിൻ സീൻ എടുക്കാം. നമ്മളിപ്പോ ചില പടത്തിലൊക്കെ ട്രെയിൻ സീൻ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ വിചാരിക്കും ട്രെയിനിലൊക്കെ എന്താ പറയാ സ്റ്റണ്ട് ഒക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഷൂട്ടിംഗ് നിങ്ങൾ പോയി നോക്കൂ, ലൊക്കേഷൻ അവിടെ തന്നെ ആയിരിക്കും. ട്രെയിൻ മൂവ് ചെയ്യുന്ന നിങ്ങൾ തോന്നും. നിങ്ങൾ റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആ ഇലകളൊക്കെ ഇങ്ങനെ ഒരാൾ പിന്നാലെ തൊട്ടടുത്ത് ഇങ്ങനെ നിൽക്കുന്ന പോലെ തോന്നും. ഇതെല്ലാം നമ്മൾ പടത്തിൽ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ആ ലൊക്കേഷൻ പോലെ നമ്മൾ ഷൂട്ടിംഗ് കണ്ടു കഴിഞ്ഞാൽ, ഷൂട്ടിംഗ് കണ്ടിട്ട് പിന്നെ ഫിലിം കാണുകയാണെങ്കിൽ അയ്യേ ഇതെങ്ങനെ ഇത്രയും ഇതാക്കി അല്ലേ? ഇതിന്റെ ഒറിജിനൽ നമുക്ക് എന്താണെന്ന് നമുക്കറിയാം. പക്ഷെ പടത്തില് ട്രെയിൻ ശരിക്കും ഓടിയോയും നല്ല സ്പീഡിൽ ഒരാൾ ചാടുന്നു, ഇതൊന്നും ഷൂട്ടിങ്ങിന് അല്ലെ. യഥാർത്ഥ ഒരു ബിൽഡിംഗ് ഒരാൾ ചാടിക്കഴിഞ്ഞാൽ പിന്നെ എല്ല് കിട്ടുവോ? കിട്ടില്ലല്ലോ. സോ അതാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ അതാണ് ഡയമെൻഷൻ റിഡക്ഷൻ. അഡീഷണൽ ഫീച്ചേഴ്സിന് ഉണ്ടെങ്കിൽ നമുക്ക് ഫീച്ചേഴ്സ് അവിടെ ഇരിക്കട്ടെ, നമുക്ക് എന്തായാലും അത് കുറയ്ക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഇൻപുട്ട് ഫീച്ചേഴ്സ് മാത്രം പറയെങ്കിൽ ഡേറ്റ ഇൻപുട്സ് എന്ത് ചെയ്യാം, കുറയ്ക്കണം. സോ അതാണ് ഇവിടെ പറയുന്നത്. കാണാം ഡയമെൻഷൻ റിഡക്ഷൻ നോക്കൂ. ഇപ്പൊ ഇവിടെ ഡയമെൻഷൻ റിഡക്ഷനിൽ x1 x2 x3 x4, ഇവിടെ നമ്മൾ E0 E1 കാണാം, ഔട്ട്പുട്ട് വെറും 2 ഉള്ളൂ. ഇപ്പൊ ഇവിടെ ഡയമെൻഷൻ റിഡക്ഷൻ കാണാം, ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ ഔട്ട്പുട്ട് എന്താ, ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടായിട്ട് പോലും ഔട്ട്പുട്ട് ആകെ 2 പറയുന്നുള്ളൂ ഒരു. കാണാം 2 ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് എന്തായി, നമുക്കൊരു ഗുണമായി. അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് അങ്ങനെയാണ് പഠിക്കേണ്ടത്. ഇനി അസോസിയേഷൻ, ഇതും എന്താണ് നമ്മൾ പറഞ്ഞ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് ഒരു എക്സാം ആണ്. ഇതെന്താ ഞാൻ പറഞ്ഞത്, 2 ഡേറ്റയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് റെപ്രസെന്റ് ചെയ്യാൻ. ഇപ്പൊ ഞാനും വേറൊരുണ്ട്, രണ്ടുപേരും തമ്മിൽ എന്താ ഒരു നമ്മൾ പറയില്ല, ഇപ്പൊ ചില ഇപ്പൊ ഏതാ പടത്തില് പറയാം, ചില നമ്മളിപ്പോ മറ്റേ അജിത്തിന്റെ ഒരു പടം ഉണ്ടാവും, അജിത്തിന്റെ പടം അർജുനാന്ന് തോന്നുന്നു ഐ തിങ്ക്. ഇവർ രണ്ടുപേരും ഭയങ്കര, നമ്മള് പടം കാണുമ്പോൾ തുടക്കത്തിൽ കാണുമ്പോൾ ഇവർ ഭയങ്കര രണ്ടുപേരും ഭയങ്കര എന്താ പറയാ എനിമി പോലെ, ഇങ്ങനെ എപ്പോഴും നോക്കി സ്റ്റണ്ട് ഉണ്ടാവും, എപ്പോഴും ഡയലോഗ് അടിക്കും, എപ്പോഴും എന്താ പറയാ കുറെ എന്താ പറയാ കുറെ ആംഗ്രി വേർഡ്സിൽ പറയും. പിന്നീടാണ് ക്ലൈമാക്സ് എത്തുന്നതാണ് ഇവര് പറയും, ഓ ഇതൊക്കെ പ്രീ പ്ലാൻഡ് ഡ്രാമയാണ്, ഇവര് രണ്ടുപേരും എന്താ പറയാ കൂട്ടുകാരാണെന്നും ഇവര് എനിമീസ് അല്ലെന്നും ഇതൊക്കെ ഒരു ഞങ്ങൾ നാടകം കളിച്ചാണെന്നോ എന്നൊക്കെ പറയില്ലേ. അപ്പൊ അസോസിയേഷൻ അതാണോ, ദീസ് മെത്തേഡ്സ് ആർ ഫ്രീക്വന്റ്ലി യൂസ്ഡ് ഫോർ മാർക്കറ്റ് ബാസ്കറ്റ് അനാലിസിസ്. ഓ അതായത് കസ്റ്റമേഴ്സ് ഹു ബോട്ട് ദിസ് ഐറ്റം ഓൾസോ ബോട്ട്. ചില നിങ്ങൾ ആമസോണിലും കണ്ടിട്ടില്ലേ, ഇപ്പൊ ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്തിരിക്കുകയാണ്, ഇപ്പൊ ഞാൻ ഒരു ഡ്രസ്സിങ് സെർച്ച് ചെയ്ത് ഇങ്ങനെ വാങ്ങി, അതർ കസ്റ്റമേഴ്സ് ഓൾസോ ബോട്ട് ദീസ്. ഓ ഞാൻ ഇന്ന വീഡിയോ കണ്ടിട്ട് അതർ കസ്റ്റമേഴ്സ് ഓൾസോ വാച്ച് ദീസ്. ഓ അപ്പൊ ഈ വീഡിയോസ് കണ്ടുവരും ഞാൻ മാത്രമല്ല, കുറെ പേരും കണ്ടിട്ടുണ്ട് എന്ന് അസോസിയേഷൻ. ചിലപ്പോ നമ്മുടെ ഫ്രണ്ട്സിനല്ല, ഇപ്പൊ നമുക്കിപ്പോ ഇൻസ്റ്റയിൽ നമ്മൾ നോക്കണേ, ഇൻസ്റ്റയില് ഫേസ്ബുക്കില് ഒരു വീഡിയോ നമുക്ക് സജഷൻ വന്നു, അതായത് നമ്മൾ വീഡിയോ ക്ലിക്ക് ചെയ്ത് വീഡിയോ വന്നു, അതായത് ആ ഫീഡിൽ വന്നു, ഫ്രഷ് ഫീഡിൽ വന്നു, ഫീഡ് അതായത് ഹോം പേജിൽ വന്നിട്ടുണ്ട്. പക്ഷെ ആ വീഡിയോ എന്താ, നമ്മുടെ ഏതെങ്കിലും ഫ്രണ്ട്സ്, നമ്മുടെ ഫോളോവേഴ്സ്, അല്ലെങ്കിൽ നമ്മളെ ഫോളോ ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ ആരെയെ ഫോളോ ചെയ്ത് അവര് ആ വീഡിയോ ലൈക്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ആ വീഡിയോ വരുന്നത്. അപ്പൊ അതിനാണ് ഈ അൺസൂപ്പർവൈസ്ഡ്. അങ്ങനെയാണ്, അല്ലാണ്ട് നമ്മൾ ഈ മെഷീന് പറഞ്ഞു കൊടുക്കണ്ട നിങ്ങൾ ഇങ്ങനെ വീഡിയോ വരും, ഇതുപോലെ ലൈക്ക് ചെയ്യും എന്നൊന്നുമില്ല. ഈ അയാൾ ഒരു ഡേറ്റ കിട്ടി, ഇപ്പൊ ഞാൻ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു, നിങ്ങളെല്ലാം എനിക്ക് എന്താ പറയാ നമ്മൾ നമ്പർ തന്നെ, അപ്പൊ എന്റെ നമ്പർ നിങ്ങൾക്ക് കിട്ടി. ഈ നമ്പർ വെച്ചിട്ട് തന്നെ നമുക്കറിയാം എനിക്ക് ഇൻസ്റ്റ ഉണ്ടോ, അല്ലെങ്കിൽ
എന്താ ഫേസ്ബുക്കിൽ ഇയാൾ ഉണ്ടെന്നും ഇതെല്ലാം ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങൾക്കറിയാം. എൻ്റെ നമ്പർ നിങ്ങൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഏതൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ നമ്പറിലൂടെ അറിയാൻ പറ്റും, സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് ഈ എന്ത് അസോസിയേഷൻ. അപ്പോൾ മെഷീൻ ലേണിംഗ് അൺസൂപ്പർവൈസ്ഡ് മനസ്സിലായോ? ഞാൻ നമ്പർ മാത്രം സേവ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ നിങ്ങൾ എൻ്റെ നമ്പർ മാത്രം സേവ് ചെയ്തിട്ടുള്ളൂ. പക്ഷെ എന്ത് ചെയ്തു? നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾ വീഡിയോസ് കണ്ടുപിടിക്കുകയാണ്. അപ്പോഴായിരിക്കും താഴത്തെ റെക്കമെൻഡേഷൻ പിന്നീട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, അപ്പോ റീഇൻഫോഴ്സ്മെന്റ് ലേണിംഗ് എന്താണെന്ന് നമുക്ക് നോക്കാം. അതൊരു എന്താ പറയാ, സൂപ്പർവൈസ്ഡ് ലേണിംഗ് ആണോ അൺസൂപ്പർവൈസ്ഡ് ലേണിംഗ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നമുക്കിപ്പോ എന്താണെന്ന് നമുക്ക് നോക്കാം. റീഇൻഫോഴ്സ്മെന്റ് ഏജന്റ് ലേൺസ് ഫ്രം എ സീരീസ് ഓഫ് റീഇൻഫോഴ്സ്മെന്റ് റിവാർഡ്സ്. ഇവിടെ ഭയങ്കര സൗണ്ട് കേട്ടോ. ഇവിടെ വീട്ടില് മരം മുറിക്കണ്ടേ. അപ്പോ ഞാൻ ഇപ്പൊ തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്യാം. ബാക്കി അടുത്ത ക്ലാസ്സിൽ കണ്ടിരിക്കാം. ഓക്കെ.